സൂരജ്, യഥാർത്ഥത്തിൽ സംസ്ഥാന ബി.ജെ.പിയെ കൂടി പ്രതിരോധത്തിലാക്കുന്ന വിവരങ്ങളാണ് ഈ വോട്ടു ചോർച്ചയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നുള്ള ബി.ജെ.പിക്ക് കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരു MP, ഒരേ ഒരു കേന്ദ്രമന്ത്രി, ആ വിജയത്തിന് പിന്നിൽ വോട്ട് കൊള്ള എന്ന ആരോപണം ഏതെങ്കിലും തരത്തിൽ കാരണമായിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ ഈ ഒരു പ്രതിഷേധം അത്തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം കൂടി ഇതിന് പിന്നിലുണ്ട് എന്ന് നമ്മൾ സംശയിക്കണമോ? അതല്ല തീർത്തും വൈകാരികമായി പ്രവർത്തകർ ഈ വിഷയം ഏറ്റെടുത്തതിന്റെ പ്രതിഫലനമാണോ പ്രതിഷേധത്തിലൂടെ പുറത്തു വരുന്നത്? ഗോപികൃഷ്ണൻ, ഈ വോട്ട് ക്രമക്കേട് ആരോപണം പുറത്തു വന്നത് മുതൽ തന്നെ ബി.ജെ.പിയെ സംബന്ധിച്ച് കടുത്ത പ്രതിരോധത്തിലായിരുന്നു ബി.ജെ.പി ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ, അദ്ദേഹത്തിന്റെ ഓഫീസിൽ സ്ഥാപിച്ച ബോർഡിന് നേരെ CPM പ്രവർത്തകനെത്തി കരിയോയിൽ ഒഴിക്കുന്നത്. ഇത് ഒരു രാഷ്ട്രീയ ആയുധമാക്കി പിന്നീട് മാറ്റാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രത്തിലേക്ക് ബി.ജെ.പി മാറി എന്ന് വേണം അക്ഷരാർത്ഥത്തിൽ പറയാൻ. ഇന്നലെ അതുകൊണ്ട് തന്നെയാണ് CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് തന്നെ ഒരു മാർച്ച് സംഘടിപ്പിച്ചത്. സാധാരണഗതിയിൽ ഒരു പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസുകളിലേക്ക് ഇത്തരം പ്രതിഷേധവുമായി പോകുന്നത് അപൂർവമായി മാത്രമാണ്. പക്ഷേ ഇന്നലെ ആ അപൂർവതയും മറികടന്നുകൊണ്ടാണ് CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് തന്നെ ബി.ജെ.പി ജില്ലാ നേതൃത്വം മാർച്ച് സംഘടിപ്പിച്ചത്. അങ്ങനെ ആ മാർച്ച് അവിടെ എത്തുന്നു എന്ന് മാത്രമല്ല, വലിയ രീതിയിലുള്ള പ്രകോപനം അത് ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്നു. പിന്നീട് പോലീസ് ഇടപെട്ട് ആ പ്രകോപനത്തിന് ഒരു പരിഹാരം കണ്ടെങ്കിൽ പോലും CPM പ്രവർത്തകർ പിന്നീട് സംഘടിച്ചെത്തുകയായിരുന്നു. അവരെ സംബന്ധിച്ച് CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ബി.ജെ.പി മാർച്ച് നടത്തി എന്നുള്ളതായിരുന്നു അവരെ സംബന്ധിച്ചുണ്ടായിരുന്ന ഒരു വൈകാരിക തലം എന്ന് പറയുന്നത്. പിന്നീട് ഇരു കൂട്ടരും പോർവിളിയും മറ്റുമായി സംഘടനത്തിലേക്ക് നീങ്ങുകയായിരുന്നു. അങ്ങനെ ഒരു സംഘർഷ സാഹചര്യം ഉടലെടുക്കുന്നു. അവിടെ ബി.ജെ.പിയുടെ പ്രവർത്തകർക്കടക്കം പരിക്കേൽക്കുന്നു, CPM-ന്റെ പ്രവർത്തകർക്കടക്കം പരിക്കേൽക്കുന്നു. തൊട്ട് പിന്നാലെ വരുന്ന പ്രഖ്യാപനം സുരേഷ് ഗോപി നേരിട്ട് തൃശ്ശൂരിലേക്ക് എത്തുന്നു എന്നുള്ളതായിരുന്നു. അതായത് കൃത്യമായ ഒരു രാഷ്ട്രീയ നീക്കം ഈ വിഷയത്തിൽ, അതായത് ഈ വോട്ട് ക്രമക്കേടിനെ തുടർന്ന് പ്രതിരോധത്തിലായ ബി.ജെ.പി അത് മറികടക്കാനുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിലേക്ക്, ചടുലമായ രാഷ്ട്രീയ നീക്കത്തിലേക്ക് ഇന്നലെ രാത്രിയോടുകൂടി മാറി. അതാണ് ചിങ്ങം 1-ാം തീയതി മാത്രം ഇവിടെ എത്തുമെന്ന് അറിയിച്ച സുരേഷ് ഗോപി ഇന്ന് രാവിലെ തൃശ്ശൂരിലേക്ക് എത്തുന്നതിലേക്ക് പോലും നയിച്ചത്. അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന സമയത്ത് ബി.ജെ.പി പ്രവർത്തകർ വലിയ രീതിയിൽ ആവേശത്തോടുകൂടി അദ്ദേഹത്തിന് സ്വീകരണം നൽകുന്നു. ഇന്നലെ വരെ ഇവർ ഉയർത്തിയിരുന്ന ആരോപണം വോട്ട് ക്രമക്കേടെന്നത് CPM-ന്റെയും അതോടൊപ്പം തന്നെ LDF-ന്റെയും CPI-യുടെയും എല്ലാം മിഥ്യയായ ആരോപണമാണ്, വിജയത്തെ അംഗീകരിക്കാൻ കഴിയാത്ത അവരുടെ മനസ്സിൽ നിന്ന് വരുന്നതാണ് എന്നുള്ളതായിരുന്നു പ്രതിരോധമെങ്കിൽ ഇന്ന് അത് മാറുന്നു. വോട്ട് ക്രമക്കേടിന്റെ പേരിൽ കേന്ദ്രമന്ത്രിയെ തന്നെ കടന്നാക്രമിക്കുന്ന അക്രമത്തിനെതിരെയാണ് തങ്ങളുടെ പ്രതിഷേധമെന്ന തലത്തിലേക്ക് അങ്ങനെ മാറ്റുന്നു. കേന്ദ്രമന്ത്രിയുടെ ഓഫീസിന് നേരെ അക്രമം ഉണ്ടാവുകയും എന്ന തരത്തിലേക്ക് ആ കാര്യങ്ങൾ മാറ്റുന്നു. അതിന് പിന്നാലെയാണ് കെ സുരേന്ദ്രൻ, അതായത് ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു വലിയ സമരത്തിലേക്ക് പോയിരിക്കുന്നത്. തുടർച്ചയായി ജലബീരങ്കി ഉൾപ്പെടെ പ്രയോഗിക്കുന്നുണ്ട് പ്രവർത്തകർക്ക് നേരെ. പക്ഷേ പ്രവർത്തകർ പിൻവാങ്ങുന്നില്ല. അത്രമാത്രം പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് ബി.ജെ.പിയുടെ ഒരു ശക്തി തെളിയിച്ചതുകൊണ്ട് ഒരു വൈകാരിക തലത്തിൽ ഈ സമരത്തെ മാറ്റാൻ, അല്ലെങ്കിൽ വൈകാരിക തലത്തിലേക്ക് ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളെ മാറ്റാനുള്ള ഒരു ശ്രമം അത് ബി.ജെ.പി നടത്തുന്നു. അത് വിജയം കാണുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാൻ. പ്രവർത്തകരെല്ലാവരും ഒരേ മനസ്സോടുകൂടി അണിനിരക്കുകയാണ്. കേന്ദ്രമന്ത്രിയുടെ ഓഫീസിന് നേരെ അക്രമം ഉണ്ടായിരിക്കുന്നു എന്ന വികാരം അത് പൊതുവിൽ പ്രകടിപ്പിക്കാൻ ബി.ജെ.പിക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിന്റെ ഒരു പുറകുവശത്തെ രാഷ്ട്രീയം എന്ന് പറയാനുള്ളത്. എന്തായാലും ഇപ്പോൾ 3-ാം വട്ടവും ജലബീരങ്കി പ്രയോഗിക്കാൻ പോലീസ് തയ്യാറെടുക്കുന്നു. പ്രവർത്തകർ പിൻവാങ്ങുന്നില്ല എന്ന് മാത്രമല്ല, ഈ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമം നടത്തുന്നു. ഇവിടെ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന കെ സുരേന്ദ്രൻ അടക്കം ഈ മേഖലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം അടക്കം ഇപ്പോൾ ഈ സമരത്തിന്റെ മുൻനിരയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും കെ സുരേന്ദ്രൻ അടക്കം ഇവിടെ നിന്നുകൊണ്ടാണ് ഈ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന 3-ാം വട്ടവും ശക്തമായ ജലബീരങ്കിയിലേക്ക് പോകുന്നു. ഇതിനോടകം തന്നെ 3 പ്രവർത്തകർക്ക് ഈ ജലബീരങ്കിയേറ്റ് പരിക്കേറ്റിട്ടുണ്ട്. അവരെ എല്ലാവരെയും ആശുപത്രിയിലേക്ക് മാറ്റി. തുടർച്ചയായി ജലബീരങ്കി പ്രയോഗിക്കുമ്പോഴും ഈ പ്രവർത്തകർ പിൻവാങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഉറച്ച തീരുമാനമുണ്ട്, ശക്തമായ സമരത്തിലേക്ക് പോകണം എന്ന ഉറച്ച തീരുമാനം. ആ ഉറച്ച തീരുമാനത്തിന്റെ ഭാഗമായാണ് 100 കണക്കിന് പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോയിരിക്കുന്ന. കമ്മീഷൻ ഓഫീസിന് 100 മീറ്റർ അകലെ വച്ചാണ് ഇപ്പോൾ ഈ ബാരിക്കേഡ് ഉയർത്തി പ്രവർത്തകരെ തടഞ്ഞിരിക്കുന്ന. ജലബീരങ്കി പ്രയോഗിക്കുന്നു, പക്ഷെ പ്രവർത്തകർ പിൻവാങ്ങുന്നില്ല. ആ ദൃശ്യത്തിൽ കാണാം, സംഘടിതമായി നിന്നുകൊണ്ട് ആ ജലബീരങ്കിയെ ചെറുക്കുന്ന പ്രവർത്തകരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബി.ജെ.പിയെ സംബന്ധിച്ച് ബി.ജെ.പിക്ക് കേരളത്തിൽ ആദ്യമായി ഒരു MP സമ്മാനിച്ച ഇടം, ആ ഇടത്തു നിന്ന് അവർക്കൊരു കേന്ദ്രമന്ത്രിയെ ലഭിക്കുന്നു. ആ കേന്ദ്രമന്ത്രിയുടെ ഓഫീസിന് നേരെ ഒരു അക്രമം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ബി.ജെ.പി നയിക്കുന്ന പ്രചാരണം. മറുവശത്ത് LDF-ഉം UDF-ഉം ആകട്ടെ വോട്ട് ക്രമക്കേടിലൂടെയാണ് ബി.ജെ.പി
അക്കൗണ്ട് തുറന്നത് എന്ന തരത്തിലുള്ള പ്രചാരണവുമായി പോകുന്നു. ഇപ്പോൾ LDFും UDFും ഉയർത്തുന്ന രാഷ്ട്രീയ പ്രചാരണങ്ങൾക്കും ആരോപണങ്ങൾക്കുമുള്ള മറുപടിയായി ഇന്നലെ നടന്ന സംഭവങ്ങളെ ഉപയോഗിക്കുകയാണ് BJP എന്ന് കൃത്യമായി നമുക്ക് പറയാൻ കഴിയും. എന്തായാലും ശക്തമായ പ്രതിഷേധം അരങ്ങേറുന്നു. തുടർച്ചയായി അത് ജലബീരങ്കി ഉൾപ്പെടെ പ്രയോഗിക്കുന്നുണ്ട്. പക്ഷേ സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ, വനിതാ പ്രവർത്തകർ അടക്കമുള്ളവർ ഈ മുൻനിരയിൽ തന്നെയുണ്ട്. ആരും തന്നെ പിന്മാറുന്നില്ല. അവർ ഈ ജലബീരങ്കി തുടർച്ചയായി അടിച്ചിട്ടും അവർ പിൻവാങ്ങുന്നില്ല. അതാ വീണ്ടും സംഘടിച്ച് അതാ ബാരിക്കേഡ് മറിക്കുന്നതിനായി മുന്നേറുകയാണ്. അങ്ങനെ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കെ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രനും എല്ലാം ഈ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇവിടെ തന്നെയുണ്ട്. അവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ സമരം നടക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് സജിയാണ് നമുക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തൃശൂരിൽ കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ BJPയുടെ പ്രതിഷേധ മാർച്ച് സംഘർഷഭരിതമായി മാറുകയാണ്. പോലീസ് ബാരിക്കേഡ് ഉയർത്തി BJPയുടെ പ്രതിഷേധ മാർച്ചിനെ തടയിടാൻ ശ്രമിക്കുന്നു. ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് പോകാൻ പ്രവർത്തകർ ശ്രമിക്കുന്നു. മൂന്നാം വട്ടവും ജലപീരങ്കി പ്രയോഗിക്കാൻ പോലീസ് തയ്യാറെടുത്ത് നിൽക്കുന്നു. 2 വട്ടം ജലപീരങ്കി ഇതിനോടകം പ്രയോഗിച്ചു. മൂന്നാം വട്ടവും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. പോലീസ് ഇപ്പോൾ പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ മുദ്രാവാക്യം വിളികളുമായി കമ്മീഷണർ ഓഫീസിലേക്കുള്ള നിരത്തിൽ തടിച്ചുകൂടി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഔദ്യോഗിക ഓഫീസിലേക്ക് നടത്തിയിട്ടുള്ള CPM മാർച്ചിനിടെ കരിയോയിലൊഴിച്ച സംഭവത്തിലുള്ള വൈകാരികമായ പ്രതികരണം എന്ന നിലയിലാണ് ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. തൊട്ടടുത്ത ദിവസം തന്നെ CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് BJP പ്രവർത്തകർ അന്ന് രാത്രി തന്നെ മാർച്ച് നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ നടക്കുന്ന മറ്റൊരു വലിയ പ്രതിഷേധമായി തൃശ്ശൂരിലെ പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് നടന്ന ഈ മാർച്ച് മാറുകയാണ്. അതേസമയം തന്നെ വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന രാഷ്ട്രീയ വിവാദങ്ങളിൽ കേരളത്തിൽ പ്രതിരോധത്തിലായിരിക്കുന്ന സംസ്ഥാന BJPക്ക് ഇതൊരു പിടിച്ചു നിൽക്കാനുള്ള ഒരു പഴുതുകൂടിയായി ഇത് മാറുന്നുണ്ടോ എന്നും ഒരു സംശയമുണ്ട്. കാരണം അതിൻ്റെ കൂടി ഭാഗമായി ഈ പ്രതിഷേധത്തിലൂടെ അത്തരം രാഷ്ട്രീയ വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുക എന്നതുകൂടി ഒരു പക്ഷേ BJP ലക്ഷ്യം വെക്കുന്നുണ്ടാകണം. ഏതായാലും ഒരേ ഒരു MP കേരളത്തിൽ നിന്ന് ആ MP-യെ സമ്മാനിച്ച തൃശ്ശൂർ, അവിടെ ആ MP കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ കരിയോയിൽ ഒഴിച്ച സംഭവത്തെ വൈകാരികമായി പ്രവർത്തകർ ഏറ്റെടുത്തിരിക്കുന്നു എന്ന നിലയിൽ കൂടിയാണ് ഈ പ്രതിഷേധത്തെ കാണേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.